പൂച്ചക്കുഞ്ഞ് തോട്ടത്തിൽ തലകുത്തി മറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചുവന്ന പന്നിക്കുട്ടൻ അങ്ങോട്ട് വന്നത്. പൂച്ചക്കുഞ്ഞി, കുറെ നേരമായല്ലോ നീ തലകുത്തി മറിയാൻ ശ്രമിക്കുന്നു. നിന്നെ ഞാൻ സഹായിക്കാം. തലകുത്തി നിന്ന പൂച്ചക്കുഞ്ഞിൻ്റെ പുറകിൽ പന്നിക്കുട്ടൻ തൻ്റെ മൂക്ക് കൊണ്ടൊരു തള്ളു കൊടുത്തു. അങ്ങനെ ആദ്യമായി പൂച്ചക്കുഞ്ഞ് തലകുത്തി മറിഞ്ഞു. പൂച്ചക്കുഞ്ഞിന് സന്തോഷമായി. നന്ദി പന്നിക്കുട്ട. എനിക്കിതൊക്കെ നിസ്സാരം. ഇതാ നോക്കൂ. പന്നിക്കുട്ടൻ പൂച്ചക്കുഞ്ഞിനെ 2 തവണ തലകുത്തി മറിഞ്ഞ് കാണിച്ചു. മിടുക്കൻ. നീ എവിടെയാണ് താമസിക്കുന്നത്? ഈ വീടിനു തൊട്ടുപുറകിൽ. നിനക്ക് കാണണോ എന്റെ താമസ സ്ഥലം? കാണണം. അങ്ങനെ പന്നിക്കുട്ടനും പൂച്ചക്കുഞ്ഞും പന്നിക്കുട്ടൻ്റെ വീട് കാണാൻ പോയി. വീടിന് പുറകിൽ ചെളി നിറഞ്ഞ ഒരു സ്ഥലത്താണ് പന്നിക്കുട്ടൻ്റെ വീട്. കുറേ പന്നിക്കുട്ടന്മാർ ചെളിയിൽ കളിക്കുന്നു. വരൂ, ചെളിയിൽ കളിക്കാൻ നല്ല രസമാണ്. പന്നിക്കുട്ടൻ മൂക്കുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ ചെളിയിലേക്ക് തള്ളി. കാലിലും ദേഹത്തും അഴുക്കായപ്പോൾ പൂച്ചക്കുഞ്ഞിന് സങ്കടം വന്നു. പൂച്ചക്കുഞ്ഞിന്റെ സങ്കടം കണ്ടപ്പോൾ പന്നിക്കുട്ടന്മാർ ചിരിച്ചു. നിന്നോടൊപ്പം കളിക്കാൻ ഞാൻ പിന്നെ വരാം. പൂച്ചക്കുഞ്ഞ് സങ്കടത്തോടെ ഓടിപ്പോയി. ആരും കാണാതെ ഒരു സ്ഥലത്തിരുന്ന് കാല് തോക്ക് തോളിൽ വയ്ക്കുന്നത് പോലെ വെച്ച് അഴുക്ക് മുഴുവൻ നക്കി തുടച്ചു കളഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പന്നിക്കുട്ടനും പൂച്ചക്കുഞ്ഞിനെ തിരഞ്ഞവിടെ എത്തി. ഞാൻ ചെളിയിൽ തള്ളിയിട്ടത് നിനക്കിഷ്ടമായില്ലേ? എന്നോട് ക്ഷമിക്കൂ. അത് സാരമില്ല. ദേഹത്ത് അഴുക്ക് പറ്റിയാൽ അത് വൃത്തിയാക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പന്നിക്കുട്ട. വാ, നമുക്ക് കളിക്കാൻ പോകാം. പന്നിക്കുട്ടനും പൂച്ചക്കുഞ്ഞും ഓടി കുളത്തിന്റെ കരയിലേക്ക് പോയി. നിനക്ക് എന്തു വലിയ വാലാണ്! കാണാൻ നല്ല ഭംഗിയുണ്ട്. നിനക്ക് ചെറിയ വാലാണല്ലേ? അതെ, ഇതിന് വാലെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. എന്ത് ചെറുതാണല്ലേ, ഒരു ഭംഗിയുമില്ല. പന്നിക്കുട്ടൻ ആ വാലൊന്ന് ചുരുട്ടി കാണിച്ചു. പൂച്ചക്കുഞ്ഞും പന്നിക്കുട്ടനും കൂടി കുളക്കരയിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ആമ അമ്മാവൻ ഇരിപ്പുണ്ട്. തവളക്കുട്ടനെ കാണാനില്ല. എന്താണ് വാലിനെ പറ്റിയൊരു സംസാരം? അല്ല, ഈ പൂച്ചക്കുഞ്ഞിന് വാല് എന്ത് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്റെ വാല് ഒട്ടും കൊള്ളില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ വാൽ കണ്ടാൽ നിങ്ങൾ ചിരിക്കും. ഈ തടിയുള്ള ഞാൻ കുഞ്ഞു വാലും കൊണ്ടാണ് നടക്കുന്നത്. ആമ തിരിഞ്ഞ് അവരെ വാൽ കാണിച്ചു. പൂച്ചക്കുഞ്ഞും പന്നിക്കുട്ടനും ചിരിച്ചുപോയി. ചിരിക്കണ്ട. പൂച്ചക്കുഞ്ഞിന്റെ വാൽ എനിക്കുണ്ടായാൽ എന്തു ബോറായേനെ. വെള്ളമൊക്കെ നനഞ്ഞ് അതിലെ മുടിയൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നേനെ. സത്യമാണല്ലോ ആമാമാവ. അതേ പന്നിക്കുട്ട, നിനക്ക് ഈ വാലാണ് ചേരുന്നത്. ആലോചിച്ചു നോക്കൂ. നിനക്ക് പൂച്ചക്കുഞ്ഞിന്റെ വാലും പൂച്ചക്കുഞ്ഞിന് നിന്റെ വാലുമാണ് കിട്ടിയിരുന്നതെങ്കിൽ എന്ത് ബോറായേനെ എന്ന്. അത് ശരിയാണ്. എന്റെ രൂപത്തിന് ഈ വാലാണ് ഭംഗി. പൂച്ചക്കുഞ്ഞിനു ഭംഗി ഈ വാലും. നമുക്കെല്ലാം ചേരുന്ന കാര്യങ്ങളാണ് പ്രകൃതി തന്നിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിയായിരിക്കൂ, സന്തോഷിക്കൂ. നിങ്ങളിൽ ആർക്കെങ്കിലും കുളത്തിലൊന്ന് കറങ്ങി വരണമെങ്കിൽ എന്റെ പുറത്തേക്ക് കയറിക്കോളൂ. ഞാൻ ഒരിക്കൽ കയറിയതാണ് ആമാമാവ. ഈ പന്നിക്കുട്ടിനെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാമോ? അതിനെന്താ, കയറിക്കോളൂ. പന്നിക്കുട്ടൻ അല്പം പേടിയോടെ ആമ അമ്മാവന്റെ പുറത്ത് കയറി. പന്നിക്കുട്ടനെയും കൊണ്ട് ആമ അമ്മാവൻ വെള്ളത്തിൽ നീന്തിപ്പോയി. പൂച്ചക്കുഞ്ഞ് അതും കണ്ട് സന്തോഷത്തോടെ കരയിൽ അവരെയും കാത്തിരുന്നു.